കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. വിവരങ്ങളുമായി ഷബ്ന സിയാൽ ചേരുന്നുണ്ട്. ഷബ്ന, മതേതരത്തിനെതിരായിരിക്കും ഇത്തരത്തിലൊരു സിനിമ പ്രദർശനം ചെയ്താൽ എന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. അതിനെതിരെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തുകൊണ്ട് പ്രദർശനാനുമതി നൽകിയിരിക്കുന്നത്. സോന, പ്രത്യേകമായി കോടതി സിറ്റിംഗ് നടത്തിയാണ് ഇത്തരത്തിൽ ഈ അപ്പീൽ പരിഗണിക്കുകയും അതിൽ വിധിയുണ്ടാകുകയും ചെയ്തത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. അതായത് കേരള സ്റ്റോറി രണ്ടാം ഭാഗം തിയേറ്ററിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ്. കാരണം ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നത് 15 ദിവസത്തേക്ക് ഇതിന് സ്റ്റേ അനുവദിക്കുകയും 15 ദിവസത്തിനുള്ളിൽ സെൻസർ ബോർഡ് വീണ്ടും ഈ സിനിമ കാണണം എന്നുമായിരുന്നു. സിനിമ കണ്ട് അതിൽ പ്രദർശനാനുമതി സംബന്ധിച്ച് തീരുമാനമെടുക്കണം. അതുവരെയും പ്രദർശനം തടഞ്ഞുകൊണ്ടായിരുന്നു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. എന്നാൽ അതിനെതിരെ അടിയന്തരമായി തന്നെ നിർമ്മാതാക്കൾ ഇന്നലെ രാത്രി വൈകിയും സിറ്റിംഗ് നടത്തുന്ന രീതിയിൽ കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയും കോടതി ഈ വിഷയം അടിയന്തരമായി പരിഗണിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി വൈകിയും സിറ്റിംഗ് നടത്തിയാണ് ഇതിലെ വാദം പൂർത്തിയാക്കിയത്. അതിനുശേഷം ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റിസ് അരവിന്ദ് ധർമാധികാരി അടക്കമുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിൽ ഇപ്പോൾ വിധി പറഞ്ഞത്. സ്റ്റേ നീക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. കാരണം ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നീക്കുന്നു എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഉത്തരവ് വരുന്നതോട് കൂടിയിട്ടാണ് മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാൻ സാധിക്കൂ. ഏതായാലും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നത് 15 ദിവസത്തിനുള്ളിൽ സെൻസർ ബോർഡിനോട് ഈ സിനിമ വീണ്ടും കാണണം. മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ടീസർ അടക്കം പരിശോധിക്കുമ്പോൾ ഹർജിക്കാർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട്, ഹർജിക്കാരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. സിനിമ നിർമ്മാതാക്കളാകട്ടെ ഇന്നലെ രാവിലെ തന്നെ ഈ ഹർജി അടിയന്തരമായി സിംഗിൾ ബെഞ്ച് പരിഗണിക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ സിംഗിൾ ബെഞ്ച് അതിന് അനുമതി നൽകിയിരുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിൽ വാദം നടത്തിയത്. ഉച്ചയ്ക്ക് ശേഷം വാദം നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ കേസ് ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി റദ്ദാക്കുകയോ അല്ലെങ്കിൽ സ്റ്റേ അനുവദിക്കുകയോ ചെയ്താൽ അടിയന്തരമായി തന്നെ അപ്പീൽ പരിഗണിക്കണം എന്ന് ഹൈക്കോടതി രജിസ്ട്രിയോട് നേരത്തെ തന്നെ നിർമ്മാതാക്കൾ അഭ്യർത്ഥിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രിയിൽ ഈ സിറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും ഡിവിഷൻ ബെഞ്ച് ഈ കേസ് കേൾക്കുകയും ചെയ്ത് സുപ്രീം കോടതിയിൽ നിന്ന് മുതിർന്ന അഭിഭാഷകനാണ് നിർമ്മാതാക്കൾക്ക് വേണ്ടി ഹാജരായി വാദം നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ASTയും ഹാജരായിരുന്നു. തുടർന്ന് ഇതിൽ വിശദമായ വാദം തന്നെ ഹർജിക്കാരുടെ അടക്കമുള്ള വാദങ്ങൾ കേട്ടിരുന്നു. ഇതിൽ പ്രധാനമായും ഒരു നിയമപ്രശ്നം ഉന്നയിച്ചത് ഈ ഹർജി നൽകാൻ ഹർജിക്കാർക്ക് യോഗ്യതയുണ്ടോ എന്നതായിരുന്നു. കാരണം ഇതൊരു പൊതുതാൽപര്യ വിഷയമാണ്. പൊതുതാൽപര്യ വിഷയമായിരിക്കെ ഇത്തരത്തിൽ ഒരു ഹർജി സ്വകാര്യ വ്യക്തികൾ നൽകുന്നത് അത് നിലനിൽക്കുമോ എന്ന കാര്യമായിരുന്നു. പൊതുതാൽപര്യ ഹർജിയാണെങ്കിൽ അത് ആദ്യഘട്ടത്തിൽ പരിഗണിക്കേണ്ടത് ഡിവിഷൻ ബെഞ്ചാണ്. പക്ഷേ ഈ ഹർജി പരിഗണിച്ചത് സിംഗിൾ ബെഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്നൊരു വാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഹർജിക്കാരുടെ അഭിഭാഷകർ അതിനെ ശക്തമായി എതിർത്തിരുന്നു. മലയാളി എന്ന നിലയിൽ, കേരളത്തിൽ ജീവിക്കുന്ന ആൾ എന്ന നിലയിൽ തന്നെ കൂടി ബാധിക്കുന്ന കാര്യമാണ് ഇത് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, വാദങ്ങളൊക്കെ കോടതിയിൽ നടന്നിരുന്നു. പക്ഷെ കോടതി ഇപ്പോൾ ഏതായാലും അത് തള്ളിയിട്ടുണ്ട്. സിനിമയ്ക്ക് സ്റ്റേ അനുവദിച്ച സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ നീക്കിയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിട്ടുള്ളത്. ഷബ്ന, ഇതിലൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയുന്നത് ഹർജി നൽകാൻ ഹർജിക്കാർക്ക് യോഗ്യതയുണ്ടോ എന്നാണ് കോടതി ചോദിക്കുന്നത്. അപ്പോൾ ഇനി ഹർജിക്കാരുടെ തുടർ നീക്കം എന്തായിരിക്കും? ഇനി മുന്നോട്ട് തുടർ നടപടികളുമായി പോകാൻ സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല. കാരണം ഹർജിക്കാരെ സംബന്ധിച്ച് ഹർജിക്കാർ ഒരു പക്ഷേ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്പീലുമായി സമീപിക്കാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഹർജിക്കാർ ഒരു നീക്കം നടത്തിയിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ സിംഗിൾ ബെഞ്ച് സ്റ്റേ അനുവദിക്കുകയും സ്റ്റേ അനുവദിച്ച ശേഷവും ഈ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് നടത്തുകയും ചെയ്തു. അതായത് മുംബൈയിലും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യുന്ന അത് ശ്രദ്ധയിൽപ്പെടുകയും ഇതിനെ തുടർന്ന് സിംഗിൾ ബെഞ്ചിൽ കോടതിയലക്ഷ്യ ഹർജി നൽകാനുള്ള ഒരു നീക്കം ഹർജിക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തു. കാരണം സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നിലനിൽക്കുകയും ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ വിധി പറയാതിരിക്കുകയും, അതായത് ഇപ്പോൾ മാത്രമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വിധി പറയാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിന്റെ ടിക്കറ്റ് വിൽപ്പന എന്നത് പറയുന്നത് കോടതിയലക്ഷ്യമാണ് എന്ന് ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. അത്തരത്തിലൊരു കോടതിയലക്ഷ്യ ഹർജി നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഹർജിക്കാർ എത്തിയിരുന്നു. പക്ഷേ ആ കോടതിയലക്ഷ്യ ഹർജി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിൽ വരുന്നതിന് മുമ്പേ തന്നെ ഇപ്പോൾ
ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ്. ഏതായാലും സിനിമ ഈ നിർമ്മാതാക്കൾ നിശ്ചയിച്ച രീതിയിൽ, അല്ലെങ്കിൽ ഇന്ന് രാവിലെയാണ് സിനിമ, സാധാരണ നിലയിൽ നമുക്കറിയാം സിനിമകൾ റിലീസ് ചെയ്യുന്നത് രാവിലെയാണ്. ഏതായാലും രാവിലെ റിലീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ഷോ അടക്കം റിലീസ് ചെയ്യാവുന്ന തരത്തിലേക്ക് ഇപ്പോൾ നിർമ്മാതാക്കൾക്ക് അനുകൂലമായ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വന്നിരിക്കുന്നു.